ഹേ ഗൈസ്, വെൽക്കം ടു ഫിഗോ വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് കൂട്ടുകാരന്മാരായിട്ടൊക്കെ പുറത്ത് പോകാൻ പോവാണ്. വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പം പുറത്തോട്ടൊക്കെ ഒന്ന് പോകാതെ ചേച്ചി ഗൈസ്. ഒരുപാടാളെ പുറത്തോട്ടൊക്കെ പോയിട്ട് അപ്പോൾ അന്ന് അമ്മമാരോട്ടൊക്കെ പുറത്ത് പോകുമ്പോഴാണ് ചായ കുടിക്കാൻ പോകാൻ ചേച്ചി ഗൈസ്. അപ്പോൾ നമുക്ക് അമ്മ വീട്ടിലോട്ട് പോകാം. കളിയാണ് ഇവിടെ. ചായ ഒന്നും വേണ്ടെന്ന് തോന്നരുതിനും. പാർസൽ ഉണ്ടായാലും അവൻ കഴിക്കത്തുള്ളൂ. നമ്മൾ ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ആൻറ്റി കപ്പയും ചായയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതാണ് കാണിച്ചത്. ഒരു മിനിറ്റ് ഇവന്മാരെല്ലാം ഇവിടെ ചീനിയുടെ ചായ കേട്ട് ആൻറ്റി വന്നിട്ടുണ്ട്. അവസാനം ഇവന്മാരെ കളി നിർത്തി ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് സമയമായി. ഇനി ഇവന്മാർക്ക് ഒരുങ്ങാൻ സമയം വേണം, പാൻറ് ഇടണം, എന്തൊക്കെ ഇടണം ഇവന്മാർക്ക്. പൊളിഞ്ഞ് ചത്ത് അവൻ ചത്ത് പറയുകയാണെങ്കിൽ ചത്തവൻ. അപ്പോൾ ശരി കേസ്, ഇനിയിപ്പം മഴയും പെയ്യുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. ഒരു വീഡിയോ എടുക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ്. മഴ പെയ്യുന്നു. ഇവന്മാരെങ്ങനെയും ഇറക്കിക്കൊണ്ട് വന്നപ്പോൾ അടുത്ത മഴ പെയ്യുന്നു. ഇടിലെ മഴ സൂപ്പർ. എന്തൊക്കെയായാലും കേസ് നമ്മൾ പുറത്ത് പോയിരിക്കും. കാണിച്ചു തരാം. മഴയായാലും ശരി നമ്മൾ കുട പിടിച്ചു പോകും. നമ്മൾ കൊട പിടിച്ചു പോകും. ഇനി എന്തായാലും കട വരെ എത്ര ഉണ്ടോ? ദൂരം എത്ര ഉണ്ട്? ജംഗ്ഷനിലാണ് പൊട്ട എത്ര ഉള്ളു? ഇവിടെ കട കടന്നിട്ട് ഞാൻ അറിഞ്ഞില്ല. പുതിയ കടയൊക്കെ തുടങ്ങിയല്ലേ? വീട്ടിൻ്റെ വെളി ഇറങ്ങാത്തതിന് കുഴപ്പമാണ്. വീട്ടിൻ്റെ വെളി ഇറങ്ങി ഇത്ര കുഴപ്പമൊന്നും വരത്തില്ല. വീട്ടിൻ്റെ വെളി ഞാൻ ഇറങ്ങിയിട്ടൊരു ദിവസമേ ഞാൻ മരത്തിൻ്റെ മൂട്ടിലാന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാനിത് കണ്ടിട്ടില്ല, ഇതിലായിട്ടും കണ്ടില്ല. എന്തായാലും നമുക്ക് പോവാം. ഓരോ പ്രശ്നങ്ങളാണ് കേസ്. അപ്പോൾ ആ കട അടച്ച്, ഞായറാഴ്ച ആയിരുന്നു, അതുകൊണ്ട് നേരത്തെ കട അടച്ച്. നാളെ നമ്മളെ തളരത്തില്ല, നമ്മൾ അടുത്ത കടയിൽ പോകും. ഇനി അവിടെ ഇല്ല, നമ്മൾ വേറെ കടയിലും പോകും. എന്തായാലും ഇപ്പം മഴ കുറച്ച് നിന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. മഴയൊക്കെ കുറച്ച് നിന്നിട്ടുണ്ട്. മഴ തീർന്നു, കുഴപ്പമില്ല. നമുക്ക് അടുത്ത കടയിൽ പോവാം. ഗൈസ്, നമ്മൾ അവിടെ പോയപ്പം അവിടെയും സാധനങ്ങളൊന്നുമില്ല. ഞായറാഴ്ച കൊണ്ട് എല്ലാം നേരത്തെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ ഇട്ട് എന്നാലും നമ്മൾ കഴിച്ചിട്ട് പോകത്തുള്ളൂ. അപ്പം നമ്മളിനി സൊമാറ്റോയിൽ കയറിയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഇനി നടക്കത്തുള്ളൂ. ഞായറാഴ്ച കൊണ്ട് കടയൊക്കെ ഇവിടെ അടച്ച്, മഴയുമാണ്, അതുകൊണ്ട് തന്നെ കടയൊന്നും ഇല്ല. അപ്പോൾ ഇവന്മാരുടെ പ്ലാനാണ് സൊമാറ്റോയിൽ കയറിയിട്ട് ഇനി പിസ്സ വല്ല ഓർഡർ ചെയ്യാം. അത് ഇനി വഴിയേ ഉള്ളൂ. ഇവന്മാർ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഫ്രീ ഫയർ കളിക്കാൻ വേണ്ടിയിട്ട് മുട്ടിയുന്ന ഇവന്മാരുടെ മുട്ടൽ കണക്ക് തന്നെ. അപ്പം ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് നമ്മൾ വീണ്ടും ഫ്രീ ഫയർ കളിക്കാൻ പോവാണ്. നമുക്ക് എന്തെങ്കിലും സൊമാറ്റോ ഓർഡർ കൊടുക്കാം, അതേ ഉള്ളൂ വഴി. എന്തായാലും പപ്സ് നമ്മൾ സൊമാറ്റോ കൂടെ ഓർഡർ ചെയ്യുക. ആദ്യമായിട്ടാണ് പപ്സൊക്കെ സൊമാറ്റോ കൂടെ ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ പപ്സ് സൊമാറ്റോ കൂടെ ഓർഡർ ചെയ്യുക. അതെന്തായാലും വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം അത് വേറെ ഞങ്ങൾ ഇവന്മാരൊക്കെ കുറച്ച് ഫ്രീ ഫയർ കളിക്കാൻ പോകും. അപ്പം ഞാനും പോയി കൂടെ കളിച്ചിട്ട് വരാം. അപ്പോൾ ശരി ഗൈസ്, പപ്സ് വന്ന ഗൈസ്. ആദ്യമായിട്ട് സൊമാറ്റോ കൂടെ പപ്സ് ഓർഡർ ചെയ്യുന്ന ഗൈസ്. ഓക്കെ, ഇത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും സൊമാറ്റോ കൂടെ പപ്സ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ പപ്സ് വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കുക. ഗൈസ്, കീടില്ല സാധനം കേട്ടോ. ലക്ഷ്മിന്ന് ഓർഡർ ചെയ്തത്, ലക്ഷ്മി ബേക്കറിന്ന് ഓർഡർ ചെയ്തത്. കീടില്ല നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയൊന്നും അല്ലായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന വീഡിയോ. പുറത്ത് പോയിട്ട് ചായ കുടിക്കുക, അങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ മഴയും ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് കടയെല്ലാം നേരത്തെ അടച്ചു. നമുക്ക് എതിരായിരുന്നു ഇന്ന് ഫുള്ളും. കടയൊക്കെ നേരത്തെ അടച്ചു. അതുകൊണ്ട് തന്നെ അധികം ദൂരമൊന്നും പോകാൻ പറ്റിയില്ല. അപ്പം നമ്മളിനി കിട്ടുന്ന വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കണൊക്കെ ഓണാക്കി വെക്കുക. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതെല്ലാം ചെയ്ത് വെക്കുക. കിട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.